ചലച്ചിത്ര പിന്നണി ഗായകൻ, നാടക ഗാനം ഒക്കെ ആലപിക്കുന്ന പ്രിയപ്പെട്ട അനു പ്രവീൺ ഒരു മാനവഗീതം ആലപിക്കുന്നതോടുകൂടി നമുക്ക് സ്ക്രിപ്റ്റ് റീഡിംഗിലേക്ക് കടക്കാം. അനു പ്ലീസ്. മനസ്സ് ശാന്തമായ ഇടം എന്ന് പറയുന്നത് വിത്തിറക്കാൻ പാകമായ മണ്ണ് പോലെയാണ്. നമ്മുടെ മനസ്സിപ്പോ സമഭാവനയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വരികളാണ് കുറിവരച്ചാലും കുരിശു വരച്ചാലും വിട്ട് നിസ്കരിച്ചാലും എന്ന വരികൾ മനോഹരമായിട്ട് അനു പ്രവീൺ പാടി. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ പങ്കെടുക്കുന്നവർ ഇവിടെ ഈ ഗ്രാമത്തിൽ ഈ നാടകത്തിൽ അഭിനയിക്കുന്നവർക്കും അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒപ്പം ചേരുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ തിയേറ്ററോൺ ഫാർമയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഈ തിയേറ്ററോൺ എന്ന് പറയുന്ന വാക്ക് എന്നുള്ളത് തന്നെ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് തിയേറ്ററോൺ എന്ന് പറയുന്ന പദത്തിന്റെ ഉൽപ്പത്തി. നമ്മൾ കാണുന്ന ഇടം, നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഇടം, ആ കാണുന്ന സ്ഥലത്തിനാണ് തിയേറ്ററോൺ എന്നുള്ള വാക്ക്. അതാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്നാണ് തിയേറ്റർ എന്ന് പറയുന്ന വാക്ക് വന്നത്. അതുകൊണ്ടാണ് തിയേറ്ററോൺ എന്നുള്ളതും ഫാർമേ എന്നുള്ളത് നമ്മുടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യം ചേർത്ത് വെച്ചുകൊണ്ട് തിയേറ്ററോൺ ഫാർമേ എന്നുള്ള ശീർഷകം ഭാരത് ഭവൻ മാതൃഭൂമിയുമായിട്ട് ചേർന്ന് പാടശേഖര സമിതിയും സൗഹൃദവേദിയും തകഴി സ്മാരകവുമൊക്കെയായി ചേർന്ന് ചെയ്യുന്ന ഈ പദ്ധതിക്ക് നാമകരണം ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള മനസ്സായിരിക്കും നമ്മുടെ ഈ പ്രൊഡക്ഷന്റെ വിജയം. ഇവിടെ കർഷകര് മനസ്സറിഞ്ഞ് അധ്വാനിച്ച് ഉയർത്തി അവിടെ ഈ 65 ഏക്കർ സ്ഥലത്ത് ഈ പച്ചപ്പാടങ്ങളെ ഇനിയിപ്പോ ഇവിടെ വിത്തെറിഞ്ഞ് ആ പാടങ്ങള് പച്ചപ്പ് അണിഞ്ഞ് ഞാറുകളായി പിന്നീട് അത് കതിരണിഞ്ഞൊക്കെ വരുന്നൊരു കാലമുണ്ടാകും. ആ സമയത്തിനിടയിൽ നമ്മളത് പൂവിടുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലുള്ള വിവിധ കാർഷിക കലാരൂപങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തും. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. നാടകം എന്ന് പറയുന്നത് എൻസംബിൾ ഓഫ് ആർട്ടാണ്. എല്ലാ കലകളുടെയും സമഞ്ജസമായ ചേരുവയാണ് നാടകം. തിയേറ്ററിന്റെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ടാണ് നമ്മളൊരു നാടകത്തെ രൂപകൽപ്പന ചെയ്യുന്നത്. പെരുപ്പമൺകാടിൽ അത് എത്തുന്ന സമയത്ത് നിങ്ങൾ പുതിയ ഒരു അധ്യായം മലയാള നാടകവേദിയുടെ ചരിത്രത്തിലേക്കും മലയാള സാംസ്കാരിക മേഖലകളിലേക്കും തുന്നിച്ചേർത്ത് വെക്കുകയാണ്. കാരണം ഇത്രയേറെ വൈവിധ്യമുള്ള ഒരു കൺസെപ്റ്റില് ഇത്രയും മനോഹരമായിട്ട് ഒരു നാടകം കേരളത്തിൽ ഒരുങ്ങി എന്ന് പറയുന്നത് മറ്റ് ഗ്രാമങ്ങൾക്കും മറ്റ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഊർജം നൽകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ തകഴി എഴുതിയതൊക്കെ ചെമ്മീനായാലും മറ്റേത് കഥകളായാലും രണ്ടിടം കഴിയും കൃഷിക്കാരനും ഒക്കെ ഏത് കഥയായാലും മനസ്സിനെ തൊടുന്ന രീതിയിൽ സാധാരണക്കാരന്റെ മനസ്സും ജീവിതവും സത്യവും നന്മയും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള കഥകളാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ കഥകൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു ഗ്രാമത്തിൽ ഇങ്ങനെയൊരു നാടകം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ അത് തകഴിയിലേക്ക് എത്തി നിന്നത്. കൃഷിക്കാരുടെ ഇതിന് മുൻപേ ഒരു രംഗാവതരണം ഉണ്ടായിട്ടില്ല. പെരുപ്പമൺകാടിലായിരിക്കും ആദ്യമായിട്ട് അതിനൊരു രംഗാവതരണം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഈ എൻവയോൺമെന്റ് തിയേറ്ററിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാടത്തെ അതിന്റെ വിശാലമായ ക്യാൻവാസുകളെ രംഗവേദിയാക്കിക്കൊണ്ടുള്ള ഒരു രംഗാവതരണമാണ് നമ്മുടെ മനസ്സിലുള്ളത്. നിങ്ങൾ ഓരോരുത്തരും കഥാപാത്രങ്ങളായിരിക്കും. ഈ കഥാപാത്രങ്ങളായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള ചില തടസ്സങ്ങൾ നമ്മൾക്കുണ്ടാകും. നമ്മുടെ മനസ്സിന് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പം നമുക്ക് പൊതുവെ ഈ ആക്ടിങ് തിയറിയിലൊക്കെ പറയുന്നത് ആക്റ്റീവ് ഇമാജിനേഷനും പാസീവ് ഇമാജിനേഷനും ഉണ്ട് എന്നാണ്. ആക്റ്റീവ് ഇമാജിനേഷൻ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മളിപ്പം ഒരു കാര്യം പറഞ്ഞാൽ മനോധർമാഭിനയ പ്രകാരം ഇംപ്രവൈസ്ഡ് തിയറി ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ മനോഹരമായിട്ട് പെട്ടെന്ന് അഭിനയിച്ചു പോകാനുള്ള കഴിവുണ്ടാകും. പാസീവ് ഇമാജിനേഷൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നമ്മൾ ഉള്ളിൽ അത് ഉണ്ടാകും. ആ കലയുടെ നെരിപ്പോട് നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ടാകും. അതിനെ ഊതി തെളിയിക്കാനാണ് ഇത്തരം റിഹേഴ്സൽ ക്യാമ്പ്. ഇപ്പൊ നമ്മൾ എത്ര മനോഹരമാണ് ഈ തണലിൽ നമ്മൾ ഒത്തുചേരുന്നത്, ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പതിയെ തിയേറ്റർ ഗെയിംസിലൂടെ ഇതിലെ കഥാവായനയിലൂടെ ഇതിന്റെ രചിത പാഠം ഇനി നാടക രൂപത്തിലേക്ക് ഇത് മാറ്റും. അതിലൂടെ കഥാപാത്രങ്ങളായി നിങ്ങൾ വന്ന് ആ ദൃശ്യങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും
ഇതിന്റെ ദൃശ്യാവിഷ്കാരം നടക്കുന്നത്. വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ രമേശ് നാരായൺ മാഷ് ഈ ഒരു ദൗത്യത്തിന് സംഗീത സംവിധാനം നിർവഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അഭിനയത്തിന്റെ പിന്നിൽ പശ്ചാത്തല സംഗീതവും ആയിട്ട് രമേശ് നാരായൺ മാഷിന്റെ ടാലന്റിനുള്ള പശ്ചാത്തല സംഗീതം കൂടി വരുമ്പോൾ അതിന് പുതിയ മിഴിവുണ്ടാകും. പെരുപ്പഴമക്കാടിൽ നിന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും വളരെ ശ്രദ്ധേയരായ അഭിനേതാക്കൾ കൂടി എത്തിയിട്ടുണ്ട്. ഇനിയും ആൾക്കാർ വന്നു ചേരാനിരിക്കുന്നു. അലിയാർ സാറ് പോകുമ്പോൾ പറഞ്ഞത് ഒരു കാര്യം ഓർത്തോളണം, എനിക്കൊരു വേഷം കൂടി ഇവരുടെ കൂടെ എടുത്തു വെച്ചേക്കണം എന്നുള്ളതാണ്. നമ്മുടെ സാബു മാഷ് കുറേ വർഷം മുമ്പേ നാടകത്തിന്റെ സംഘാടകനും അവിടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ പണ്ട് അവിടെ നാടകം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സാബു മാഷ് അടക്കം നിങ്ങളുടെ കൂടെ ഇതിലിറങ്ങും. ഒരു വല്ലാത്ത ഊർജ്ജമായിരിക്കും. എല്ലാവരും ചേർന്ന് നമ്മുടെ ഒരു ഗ്രാമീണ സംസ്കൃതിയുടെ കാർഷിക നന്മയുടെയൊക്കെ ഒരു അവതരണം ഇവിടെ സാധ്യമാക്കിയെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൃഷിക്കാരൻ എന്ന് പറയുന്ന കഥയിലേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. ഒരു എഴുത്തുകാരൻ എഴുതി വെക്കുന്നതിൻ്റെ വാക്കുകൾക്കും വരികൾക്കും ആശയങ്ങൾക്കും ഇടയിലുള്ള മൗനങ്ങളെ നമ്മൾ എങ്ങനെ ദൃശ്യങ്ങളിലൂടെ പൂരിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ശ്രമമാണ് ഇവിടെ നടത്തേണ്ടത്. എന്നും എപ്പോഴും കഥാനാടകങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എന്നും ഗുരുതുല്യനായ എന്നെ ആദ്യം മുതൽ ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറയുന്ന നാടകം സാൻഡ്വിച്ച് തിയേറ്ററിൽ സ്കൂൾ ഓഫ് ഡ്രാമ പഠനകാലത്ത് അവതരിപ്പിക്കുമ്പോൾ അത് വന്ന് കാണുകയും അത് മുതൽ എന്നെ എന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട MT സാറിനെ ഈ സമയം ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മൗനങ്ങൾക്കിടയിലുള്ള പൂരണങ്ങളുണ്ട്. ആ പൂരണങ്ങളിലൂടെയാണ് കഥയെയും കഥാപാത്രത്തെയും ദൃശ്യങ്ങളുടെ സാധ്യതകളിലൂടെ നമ്മൾ കൈപിടിച്ച് കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. MT സാറിനെ ഓർക്കുന്നു. കൃഷിക്കാരൻ എന്ന കഥയിലേക്ക് നമുക്ക് കടക്കാം. അതിലെ ആദ്യത്തെ ഭാഗം മുതൽ നമുക്ക് വായിച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകാം. ഇതിലെ ആദ്യ ഭാഗം വായിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട അല്ലേട്ടനെ സൗകര്യം ചെയ്യുന്നു. അപ്രതീക്ഷിതമായി വന്ന ഒരു അവസരവും ദൗത്യവുമാണ്. വിനയത്തോടെ ഏറ്റെടുക്കുന്നു. ആ 50 പറ നിലം ദൂരെ വൈക്കത്തുള്ള ഒരാളിൻ്റെ വകയാണ്. കഴിഞ്ഞ 40 കൊല്ലമായി കേശവൻ നായരാണ് അത് കൃഷി ചെയ്തു പോരുന്നത്. അതിനു മുമ്പ് കേശവൻ നായരുടെ അമ്മാവനായിരുന്നു. കുറഞ്ഞ പാട്ടമായിരുന്നു പണ്ട്. ഇപ്പോൾ സ്വല്പം കൂടിയിട്ടുണ്ട്. എല്ലാ മീനമാസത്തിലും പാട്ടനെല്ല് ഉണക്കി ചാക്കിൽ കെട്ടി വൈക്കത്ത് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം നടന്നു വരികയാണ്. 50ന്റെ 4 വശത്തുമുള്ള നിലങ്ങളുടെ അവകാശവും കൈവശാവകാശവും ഈ കാലഘട്ടത്തിനിടയ്ക്ക് പല കൈമറി. 50ന്റെ ജന്മിയും കൃഷിക്കാരനും പഴയ ആള് തന്നെ. ജന്മിക്കാണെങ്കിൽ നെല്ല് കിട്ടാനുള്ളതായി ഇതേയുള്ളൂ. പാട്ടക്കാരൻ പാരമ്പര്യമായി ഒരു കൃഷിക്കാരനാണ്. അയാൾക്കും ഇത്രയുമുള്ളൂ കൈവശവും. ഇത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് പോകണം. ഇതിന്റെ അടുത്ത ഭാഗം അവിടെ ടീച്ചർ വായിക്കും. 8-10 കൊല്ലം മുമ്പ് നെല്ലിന് 5-7 രൂപ വിലയുണ്ടായിരുന്ന കാലത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ലയിൽ നിന്നും വലിയ പണക്കാർ അവിടെ കൃഷിക്ക് വന്നു. ഒരുപാട് ശേഖരമടച്ചും മറ്റും അവർ പാട്ടത്തിനായിട്ട് കൃഷി ചെയ്തു. ട്രാക്ടർ കൊണ്ട് താഴ്ത്തുഴുതും പുതിയ വളങ്ങൾ ഉപയോഗിച്ചും ഒക്കെ നല്ല വിളവുണ്ടാക്കി. അവർക്ക് പെരുത്ത ലാഭവും ഉണ്ടായി. ഇപ്പോഴും അങ്ങനെ തന്നെ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യവസായി കൃഷി ചെയ്യുന്ന പാടത്തിൻ്റെ നടുക്കാണ് കേശവൻ നായരുടെ 50. ഔതക്കുട്ടി എന്ന ആ വൻ കൃഷിക്കാരൻ കേശവൻ നായരെ ഒരു ദിവസം വരമ്പിൽ വെച്ച് കണ്ടു. 4 പാടുമുള്ള നിലത്തിലെ നെല്ലിനേക്കാൾ മോശമാണ് 50ലെ നെല്ല്. ഔതക്കുട്ടി ഒരു കുശലം ചോദിച്ചു, എന്താ നെല്ലിന് ഒരു എഴുപ്പും കരുത്തുമില്ലാത്തത്? വളമിട്ടില്ലയോ? ആ ചോദ്യം കേശവൻ നായരുടെ കരളിൽ കൊണ്ടു. അയാളുടെ കൃഷി മോശമെന്ന് അയൽനിലം കൃഷിക്കാരൻ പറയുകയാണ്. അതെങ്ങനാ? നിങ്ങൾ വലിയ കൃഷിക്കാർ വന്നപ്പോൾ കാലത്തിനും നേരത്തിനും വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കുന്നു. ഒരിക്കലും നിങ്ങൾക്ക് സൗകര്യപ്പെടത്തില്ല. നിങ്ങളുടെ സൗകര്യം നോക്കിയില്ലേ ഞങ്ങൾക്ക് കൃഷി ചെയ്യാനൊക്കൂ. നയചതുരനായ ഔതക്കുട്ടി, അതെന്താ കേശവമാവൻ അങ്ങനെ പറയുന്നത്?
കേശവമ്മാവൻ്റെ സൗകര്യം നോക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നില്ല. കേശവൻ നായർ പരിഭവിച്ചു. ഓഹോ, നല്ല ഏർപ്പാടാ ചെയ്യുന്നത്. എൻ്റെ വിധ കരിഞ്ഞുണങ്ങിയതിന് ശേഷം ആ ഒന്ന് നനയ്ക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ വേലക്കാരൻ്റെ പുറകെ നടന്ന് ഞാൻ കെഞ്ചി ചിക്കുകയില്ല. വെള്ളം തരരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. പുഞ്ച കണ്ടമ്മ സത്യമുള്ളതാ, ഓർത്തോളണം. ആ ആരോപണത്തിന് ഒരു സമാധാനം ഔതക്കുട്ടി പറയേണ്ടതായിട്ടുണ്ട്. അയലോടൊപ്പം വിളവിറക്കിയാൽ ഈ വിഷമം വരുമോ? കേശവൻ നായർക്ക് സ്വല്പം ദേഷ്യം വന്നു. അതൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഇന്നും ഇന്നലെയുമല്ല കൃഷി തുടങ്ങിയത്. അല്പം കൂടി വർദ്ധിച്ച ദേഷ്യത്തോടെ കേശവൻ നായർ തുടർന്നു. എങ്ങാണ്ടോന്ന് കുറെ പണം കൊണ്ടുവന്ന് കുറെ വളവും വാരിയിട്ട് നെല്ലുണ്ടാക്കിയത് കൊണ്ട് ആരും കൃഷിക്കാരനാകത്തില്ല. തന്നെ ഉദ്ദേശിച്ചാണ് കേശവൻ നായർ സംസാരിക്കുന്നതെന്ന് ഔതക്കുട്ടിക്ക് മനസ്സിലായി. കേശവമാവൻ എന്തിനാ കെറിവിക്കുന്നേ? ഞാൻ കെറിവിക്കുകയല്ല, പറയുമായിരുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കണ്ടത്തിന് വരമ്പിൽ വെച്ച് കേശവൻ നായരും ഔതക്കുട്ടിയുടെ വേലക്കാരനും തമ്മിൽ ഒരു വഴക്ക് നടന്നു. 4 പാട് നിറയെ വെള്ളമുണ്ട്. 50 വരണ്ട് വിണ്ട് കീറി നെൽക്കാലുകൾ കരിഞ്ഞു നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ട് നെഞ്ചു തകർന്ന കേശവൻ നായർ വരമ്പിൽ മട വെട്ടിവെച്ചു. വേലക്കാരൻ മട കെട്ടി. പരസ്പരം ഉന്തും തള്ളുമായിരുന്നു. കൊലപാതകത്തോളം എത്താൻ ആ സംഭവം പോരുമായിരുന്നു. ഭാഗ്യം കൊണ്ടത് നടന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ കേശവൻ നായരുടെ 50 നെല്ലിൻ്റെ മുടി മുങ്ങി വെള്ളം കയറി കഴിഞ്ഞു. നെല്ലിൻ്റെ തല കാണാനാണ്. ആ വേലക്കാരൻ ചെയ്തതാണ്. ഔതക്കുട്ടിയുടെ നിലത്തിലെ നെൽക്കാലിൻ്റെ ചുവട് കായേണ്ട സമയം വന്നപ്പോൾ വെള്ളം കേശവൻ നായരുടെ നിലത്തിലേക്ക് മുടിച്ചു വെച്ചു. ആ വെള്ളം എങ്ങനെ വറ്റിക്കാനാണ്? എങ്ങോട്ട് കൊണ്ടുപോകും? മുടിച്ചു വറ്റിക്കാൻ പോകും. കേശവൻ നായരുടെ നെല്ല് ചീഞ്ഞ് അളിയാൻ തുടങ്ങി. അതൊരക്രമമായി പോയെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഫലം എന്താണ്? ഔതക്കുട്ടിയെ തേടി കേശവൻ നായർ 3 നാൾ നടന്നു. കണ്ടുകിട്ടിയില്ല. എന്തു ചെയ്യണമെന്ന് കേശവൻ നായർക്ക് അറിഞ്ഞുകൂടാ. 2 നാൾ കൂടി അങ്ങനെ വെള്ളം കിടന്നാൽ ആ കൃഷി നഷ്ടപ്പെട്ടത് തന്നെ. കേശവൻ നായർ ഭ്രാന്തനെ പോലെയായി. കേശവൻ നായരുടെ ഒരു കൂട്ടുകാരനായ കുട്ടിച്ചോവൻ മനസ്സുമുട്ടി ചോദിച്ചു, രാത്രിയിൽ ആ മട തിരിച്ചു മുറിച്ചു വെച്ചാലോ? കേശവൻ നായർക്ക് അതിഷ്ടമായില്ല. അയാൾ പറഞ്ഞു, അത് പുഞ്ചക്കണ്ടത്തിൽ ചെയ്തുകൂടാത്തതാണ്. രാത്രിയിലെ പുഞ്ചക്കണ്ടത്തിൽ മട വയ്ക്കാനോ? കൃഷിക്കാർ അത് ചെയ്യുമോ? കുട്ടി, ഞാൻ മുടിഞ്ഞോട്ടെ, എന്നാലും ചെയ്യരുതാത്തത് ചെയ്യുകയില്ല. അപ്പോൾ മറ്റൊരു കൂട്ടുകാരനായ കുട്ടിമാപ്പിള പറഞ്ഞു, ഇപ്പം നടക്കുന്നതെല്ലാം പുഞ്ചം കണ്ടെത്തി നടക്കുന്ന കാര്യമാണ്. കൊള്ളാമായി പോയി. ഇങ്ങനെ നടക്കും. കിടക്കുന്ന കണ്ടത്തിൽ വെള്ളം കൊടുക്കാതിരിക്കുകയും വെള്ളം കയറ്റി മുക്കുകയും ഈ പാടത്തെന്നല്ല, ഈ നാട്ടിൽ കേട്ടിട്ടുണ്ടോ? ഇവനൊക്കെ കൃഷിക്കാരൻ. അടക്കാനാവാത്ത കോപത്തോടും ദേഷ്യത്തോടും കേശവൻ നായർ പറഞ്ഞു, ഇവനൊക്കെ കൃഷിക്കാരന്റെ ധർമ്മം അറിയാമോ? കുറെ പണവും കൊണ്ടുവന്ന് നെല്ലുണ്ടല്ലോ, അത് വിറ്റ് കാശാ സമ്പാദിക്കുന്നു. ഇതാണോ കൃഷിക്കാരൻ? കുട്ടിച്ചോവന് അയാൾ നിർദ്ദേശിച്ച കാര്യം നടത്താൻ ഒരു പഴുത്. അതാ ഞാൻ പറയുന്നത്, രാത്രി മട വെച്ച് വെള്ളം വറ്റിക്കണം. അവന്മാർക്ക് നെറിയുമില്ല, മുറയും. പിന്നെ നമുക്കങ്ങനെ ആയാലെന്താ? കേശവൻ നായർ എന്തായാലും ആ അധർമ്മം ചെയ്യുകയില്ലെന്ന് പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ടിരുന്ന കുട്ടിമാപ്പിള പകുതി സുഗതമായി പറഞ്ഞു, അപ്പം ഞാൻ നമുക്കുള്ളത് ഔതുക്കുട്ടിയെ പാട്ടത്തിന് ഏൽപ്പിച്ചത് നന്നായി. അല്ലേലേ എനിക്ക് ഇതാ ഗതി. കുട്ടിച്ചോവനും അത് തന്നെ പറഞ്ഞു. ഇപ്പോൾ ആ പാടശേഖരത്തിലുള്ള 500 ഏക്കർ നിലത്തിൽ കേശവൻ നായരുടെ 5 ഏക്കർ മാത്രമേ ഔതുക്കുട്ടിക്കില്ലാതെയുള്ളൂ. ബാക്കി മുഴുവനും അയാൾ കൃഷി ചെയ്യുന്നു. ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ കേശവൻ നായരെ സഹായിക്കാനും ആളില്ല. എല്ലാവർക്കും അയാളോട് സഹതാപമുണ്ട്. കേശവൻ നായർ കൂട്ടുകാരുടെ അനുഭവം കേട്ടു പറഞ്ഞു, ഞാനും ഏൽപ്പിക്കാമായിരുന്നു.
പിന്നെ എനിക്കെന്താ പിഴപ്പ് പറ്റി? എന്നാ തൊഴിൽ ചെയ്യും. കുട്ടി മാപ്പിളയ്ക്കാണെങ്കിൽ 10-500 തേങ്ങ കിട്ടും. കുട്ടിച്ചോവന് 4 പിള്ളേർ വേല ചെയ്യാൻ. നമുക്ക് ഈ പാട്ട കണ്ടമേ ഉള്ളൂ. അത് കൊത്തിക്കളച്ച് വേണം പിഴയ്ക്കാൻ. അതൊരു ശരിയാണ്. ആരും ഒന്നും വേണ്ടിയില്ല. കേശവൻ നായർ തുടർന്നു. കാരണവന്മാരായിട്ടേ അത് കൊത്തിക്കിളച്ചു കഴിയുക. അന്ന് രാത്രിയിൽ എങ്ങനെയോ 50 വെള്ളം പറ്റി. രാത്രിയിൽ ആരോ മട വെച്ച് പറ്റിച്ചതാണ്. തീർച്ചയായും കേശവൻ നായരായിരുന്നു. ആ വെള്ളം 4 പാടുമുള്ള കണ്ടങ്ങളിലേക്ക് താഴ്ന്നത് കണ്ട് ആ കണ്ടങ്ങളിലെ കൃഷിക്ക് ഒരു ദോഷവും ഉണ്ടായതുമില്ല. 50 അങ്ങനെ വെള്ളം കയറ്റി നിർത്തി വിടാതിരുന്നത് അയൽനില കൃഷിക്കാരുടെ മനഃപൂർവമായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. പിറ്റേന്ന് രാവിലെ കേശവൻ നായർ കണ്ടത്തിൽ ചെന്ന് നോക്കി കണ്ടു. അയാൾ വിറങ്ങലടിച്ചു നിന്നുപോയി. വെള്ളം പറ്റി നിലം രക്ഷപ്പെട്ടതിൽ ആശ്വാസമല്ല അയാൾക്ക് തോന്നിയത്. ഈ അധർമ്മം ആര് ചെയ്തു? ആ അപരാധം തന്നിലേക്ക് വന്ന് വീഴുകയുള്ളൂ. അയാളാണെങ്കിൽ തൊട്ടറിഞ്ഞതുമില്ല. അയാളാണെങ്കിൽ അതൊട്ടത് അറിഞ്ഞതുമില്ല. ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് അയാൾ ആലോചിക്കുന്നത്. പുഞ്ചക്കണ്ടത്തിൽ രാത്രി മടകുത്തി വെച്ചവനെ ദുഷ്പേര് എന്നൊന്നും മടകുത്തിവെച്ചവൻ എന്ന ദുഷ്പേര് എന്നെന്നും പിന്തുടരും. അയാൾ നിലത്തിന് കേടുവന്നോ എന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ നോക്കിയുമില്ല. അപവാദഭയം ഒരു വശത്ത്, മറുവശത്ത് കൃഷി രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസം. അങ്ങനെ അയാൾ വീട്ടിലേക്ക് മടങ്ങി. അന്ന് വല്ലവരുമെങ്കിലും വന്ന് ചോദിക്കുമെന്ന് പേടിച്ചു. താൻ അവിടെ ഇല്ല എന്ന് ആര് വന്ന് ചോദിച്ചാലും പറഞ്ഞേക്കണമെന്ന് വീട്ടിലുള്ളവരെ ചട്ടം കെട്ടിയിട്ട് ഒരു മുറിയിൽ കയറി കഥ കടച്ചു. കേശവൻ ഒളിച്ചിരിപ്പു. കുട്ടിമാപ്പിളയോ കുട്ടിച്ചോവനോ വന്നോ മറ്റോ വന്നോ അയാൾക്ക് അവരെ തന്നെ നേരിടാൻ പേടിയായിരുന്നു. 2 ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. 3-ാം ദിവസം രാവിലെ ആരും ഉണരുന്നതിന് മുമ്പ് കേശവൻ നായർ കണ്ടത്തിൽ പോയി നോക്കി. ശക്തിക്ഷയം വന്ന് നിലം പറ്റി കിടക്കുന്ന നെൽക്കാലികൾ ചൂടേറ്റ് എഴുന്നേറ്റ് വരുന്നു. തൻ്റെ കൃഷി നശിച്ചു പോവുകയില്ല. ഒരു 4 നാളത്തെ കാച്ചിലിന് ശേഷം സ്വല്പം വെള്ളം കയറ്റി നനച്ചിട്ട് കുറച്ച് വളമിട്ടാൽ നെല്ല് നന്നാകും, 1-ാം തരമാകും. അതിനുള്ള ലക്ഷണമുണ്ട്. ആ കൃഷിക്കാരന്റെ ചിന്ത അങ്ങനെ വള്ളത്തിനുള്ള കാശുണ്ടാകും. ആ കൃഷിക്കാരന്റെ ചിന്ത എങ്ങനെ വള്ളത്തിനുള്ള കാശുണ്ടാകുമെന്നായി. വിത്തും കൂലിച്ചെലവും ഉൾപ്പെടെ 80 പറ നെല്ലും 120 രൂപയും അയാൾ കൊടുത്തു തീർക്കാനുണ്ട്. വെള്ളം വറ്റിച്ച നേർമ പുറമെയും ഒരു 100 രൂപ കൂടെ കിട്ടിയാൽ മതിയായിരുന്നു. ഒന്ന് വളം തൂകിയില്ലെങ്കിൽ കൃഷി മടുപ്പാകും. എവിടുന്ന് 100 രൂപ ഉണ്ടാവും? ആര് തരും? ഒരു വഴിയുമില്ല. 4 പശുക്കളെ കറക്കാനുള്ളത് കൊണ്ട് വീട്ടുകാര്യങ്ങൾ നടന്നു പോവുകയാണ്. ആ പശുക്കളിൽ ഒന്നിനെ വിറ്റാൽ എന്താണെന്ന് കേശവൻ നായർ ആലോചിച്ചു. ഭാര്യ സമ്മതിക്കുകയില്ല. അവൾ വളർത്തിക്കൊണ്ടുവന്ന പശുവാണ്. അങ്ങനെ കേശവൻ നായർ ആലോചിച്ച് തന്നെത്താൻ മറന്നു നിൽക്കുകയാണ്. വളമാണ് തലയ്ക്കകത്തെ ചിന്ത. അയാൾ മറ്റൊന്നും അറിയുന്നില്ല. നെൽക്കാലിന് കാച്ചിൽ കിട്ടിയില്ലയോ കേമാവ? ചോദ്യം കേട്ട് കേശവൻ നായർ തിരിഞ്ഞു നോക്കി. ഔതക്കുട്ടിയാണ്. പെട്ടെന്ന് ആ അധർമ്മമാണ് കേശവൻ നായരുടെ ബുദ്ധിയിലെത്തിയത്. രാത്രിയിൽ പുഞ്ചപ്പാടത്ത് മടവച്ച് എന്ന അധർമ്മം, ആ അപരാധം അയാളെ പിന്തുടരുകയല്ലേ. തെറ്റ് കണ്ടുപിടിച്ച പോലെ ഔതക്കുട്ടി നിൽക്കുന്നു. സമാധാനം പറയണം, തെറ്റുകാരനല്ല എന്ന് സ്ഥാപിക്കണം. ഒരു വല്ലാത്ത ചിരിയോടെ കേശവൻ നായർ പറഞ്ഞു, എൻ്റെ വല്യമ്മാവനാണ് ഈ സത്യമുള്ള പുഞ്ചക്കണ്ടത്താണ് ഞാനല്ല ഔതക്കുട്ടി മടവച്ചത്. ഞാൻ കൃഷിക്കാരൻ അധർമ്മം ചെയ്യത്തില്ല. ഔതക്കുട്ടി കേശവൻ നായരുടെ പരിഭ്രമം കണ്ടു. കേമാവൻ എന്തിനാ ആണയിടുന്നേ? കേമാവനല്ല മടമുറിച്ചത്, ഞാൻ ഇന്നാൾ വരുമ്പോൾ മൂടിക്കിടക്കുന്നത് കണ്ട് മടവച്ചതാ. കേശവൻ നായർക്ക് ആശ്വാസമായി. അയാളുടെ കണ്ണുകൾ പ്രകാശിച്ചു.
ആണോ കുഞ്ഞേ? ആണോ? സത്യം പറ. വലിയ കാര്യം കുഞ്ഞേ, നീ നന്നായി വരും. എനിക്കിന്ന് ചാകും വരെ ഈ ദുഷ്പേര് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ചാകും വരെ ഈ ദുഷ്പേര് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഔതക്കുട്ടി ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞു. അതേ കെ എം മാവ, ഞാൻ തന്നെയാ. കെ എം മാവൻ എന്നോട് വിരോധമാണെങ്കിലും എനിക്ക് അങ്ങനെ ആകാനൊക്കുമോ? ഞാൻ വന്ന് കാണുമ്പം എൻ്റെ നെഞ്ചടച്ചു പോയി. ഞാൻ മടവച്ചു. എൻ്റെ നെല്ല് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വെച്ചു. കേശവനാർക്ക് നെല്ല് പോകുന്നതിലല്ല ഖേദം, ആ ദുഷ്പേര്. കണ്ടമാകെ ഒന്ന് കണ്ണോടിച്ചിട്ട് ഔതക്കുട്ടി പറഞ്ഞു, ഒരു ശകലം വള്ളം തൂക്കി കൊടുത്താൽ നെല്ല് നന്നാകും കെ എം മാവ. അതാ ഞാൻ ഓർത്തെ കുഞ്ഞെ. എന്നാൽ അത് ചെയ്യണം. കാശ് വേണ്ടായോ? കാശില്ല. കൃഷി നന്നാവണമെങ്കിൽ കാശ് ചെലവ് ചെയ്യണം. അങ്ങനത്തെ കാലമായി. ഔതക്കുട്ടി കേശവൻ നായരോട് ഇഷ്ടം കൊണ്ടെന്ന പോലെ പറഞ്ഞു. കെ എം മാവ, ഞാനൊരു കാര്യം പറയട്ടെ. കേശവൻ നായർ തല ഉയർത്തി ഔതക്കുട്ടിയുടെ മുഖത്ത് നോക്കി. കെ എം മാവൻ എന്തിനാ ഈ പാടുപെടുന്നത്? വൈക്കത്തുകാർക്ക് കൊടുക്കാനുള്ള പാട്ടവും കൂടുതലായി 50 പറ നെല്ലും തരാം. നിലം എന്നെ ഏൽപ്പിക്കുക. ഈ വയസ്സുകാലത്ത് എന്തിനാ വിഷമിക്കുന്നത്? കേശവൻ നായർ പെട്ടെന്ന് ആളും അയാൾക്ക് ദേഷ്യമാണ്. എന്നാലും ദേഷ്യവും നടക്കെ അയാൾ പറഞ്ഞു, വേണ്ട വേണ്ട, അതങ്ങ് മനസ്സിലിരിക്കട്ടെ ഔതക്കുട്ടി. കാരണം മുതലേ ഞങ്ങൾ ഈ കണ്ടം കൃഷി ചെയ്യുകയാണ്. അത് വേറൊരാൾ ചെയ്യണ്ട. അതിനെന്താ? വൈക്കത്തുകാരുടെ പാട്ടക്കാരൻ കെ എം മാവൻ, ഞാൻ കെ എം മാവന്റെ പാട്ടക്കാരൻ. അത് വേണ്ട. ഞാൻ കൃഷിക്കാരനായി ജനിച്ച് എനിക്ക് തൊഴിൽ കൃഷിയാ. പിന്നെ 4-5 കന്നാലിയുണ്ട്. അതുങ്ങൾക്ക് കച്ചി വേണം. അത് നടപ്പില്ല ഔതക്കുട്ടി. കൂടുതലൊന്നും പറയാതെ കേശവൻ നായർ നടന്നു. നിന്ന് സംസാരിച്ചാൽ ഔതക്കുട്ടിയുമായി പിണങ്ങുമെന്നാണ് പേടി. അല്ലെങ്കിൽ അയാൾ പറയുന്നതിന് സമ്മതിച്ചു പോയി. അങ്ങനെ നടന്നു പോകുന്ന വൃദ്ധനെ നോക്കി നിന്ന ഔതക്കുട്ടി ചിരിച്ചുപോയി. 50-ൽ വളമിട്ടില്ല. നെല്ല് മോശമായിരുന്നു. എന്ന് വച്ചാൽ തീരെ മോശം. കൊയ്ത്തുകാലത്ത് കേശവൻ നായർക്ക് കൊയ്യാൻ ആൾ കിട്ടിയില്ല. 4 പാടും ഔതക്കുട്ടിയുടെ നല്ല നെല്ല് കിടക്കുന്നു. അതൊരു ദിവസം കൊയ്താൽ 2 പറ നെല്ല് പദം കിട്ടും. അതും കൊയ്യാൻ പോകുന്നു. ഒരു ദിവസം മെനക്കെട്ടാൽ 4 ഇടങ്ങളിൽ നെല്ല് കിട്ടാൻ ഇടയില്ലാത്ത ഇത് കൊയ്യാൻ പോകുന്നു. കൊയ്ത്തുകാരെ വിളിച്ച് 3-4 ദിവസം കേശവൻ നായർ നടന്നു. നെല്ല് പാകപ്പിഴയുമാകുന്നു. അവസാനം കുട്ടിമാപ്പിളയുടെയും കുട്ടിച്ചോവന്റെയും വീട്ടുകാരും വേലക്കാരൻ പുലയനും പുലകിയും കേശവൻ നായരുടെ വീട്ടുകാരും കൂടി 50 കൊയ്തു. കച്ചി വെട്ടാനും കൂടി പറ്റിയില്ല. അതിനുള്ള കച്ചി കണ്ടെത്തിയില്ല. വിളവ് തീരെ മോശമായിരുന്നു. പാട്ടത്തിനു വേണ്ടത് തികയുമോ എന്നു സംശയമായിരുന്നു. കുട്ടി മാപ്പിളയും കുട്ടിച്ചോവനും കെ എം മാവനും കൂടി ആലോചിച്ചു. കുട്ടിമാപ്പിളയുടെ പക്ഷം പാട്ടം കുറച്ചു കൊടുത്താൽ മതിയെന്നാണ്. ഒരു കുരു നെല്ല് പാട്ടക്കുടിശ്ശികയില്ല. ഉണ്ടായാൽ അത് അടുത്ത കൊല്ലം കൊടുക്കണം. കേശവൻ നായർക്ക് അത് സമ്മതമല്ല. ഈ നിലത്തിന്റെ ജന്മികൾക്ക് ഇതേയുള്ളൂ. ഇത്രയും നെല്ലേ കിട്ടാനുള്ളൂ. നമ്മൾ നെല്ല് കൊയ്ത ആദായം എടുത്തിട്ടുള്ളതാ. മുഴുവൻ പാട്ടവും കൊടുക്കണം. ജന്മിയുടെ കണ്ണീരു വീണാല് നിലം പിഴയ്ക്കും. കുട്ടിച്ചോവൻ ചോദിച്ചു, വിളവ് പാട്ട നെല്ലിനു തികഞ്ഞില്ലെങ്കിലോ? പെട്ടെന്നു കേശവൻ നായർക്ക് ഉത്തരമുണ്ടായിരുന്നു. പോരാത്തത് വിലയ്ക്കു മേടിച്ചു കൊടുക്കും. അന്നു വൈകിട്ട് നെല്ലു വൈക്കത്തിനു കൊണ്ടുപോകാൻ വള്ളം തയ്യാറായി. ആകെ നിലത്തിലുണ്ടായ നെല്ല് പതിരുപോക്കി ഇട്ടിരിക്കുകയാണ്. പാട്ടനെല്ല് അളന്നു ചാക്കിലാക്കി കെട്ടി വള്ളത്തിലേക്ക് ചുമന്നു. നിലത്തിലെ വിളവ് സൂക്ഷ്മമൊത്തിരുന്നു. 1.5 പറ നെല്ലും കളമടിയും പതിരുമാണ് കേശവൻ നായർക്കും മിച്ചം. മുടക്കിയ വിത്തും കൂലിച്ചെലവും
എല്ലാം പോക്ക്. പാട്ടനെല്ല് ജന്മിയുടെ വീട്ടിൽ കൊണ്ടുചെന്നു. ജന്മി ഒരു തിരുമുൽപ്പാടാണ്. ചെന്നപ്പോൾ തന്നെ എന്തോ ഒരു ഭാവമാറ്റം തിരുമനസ്സിലേക്കുള്ളതായി കേശവൻ നായർക്കു തോന്നി. പതിവില്ലാതെ പാട്ടം മുഴുവനുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇടയ്ക്ക് അദ്ദേഹം ഒന്ന് പറയുകയും ചെയ്തു. ഇക്കൊല്ലം പാട്ടം മുഴുവൻ കിട്ടുകയില്ലെന്നായിരുന്നു എൻ്റെ അറിവ്. കേശവൻ നായർ ചുട്ട മറുപടി തന്നെ കൊടുത്തു. കുറഞ്ഞത് 100 കൊല്ലമായില്ലേ തിരുമേനി? ഞങ്ങൾ 50 ഏറ്റിട്ട്. ഒറ്റ നെല്ല് കുടിശ്ശികയുണ്ടോ? തിരുമുൽപ്പാട് ഒന്നും മിണ്ടിയില്ല. ഒരൊറ്റക്കുരു നെല്ല് കുറവില്ലാതെ പാട്ടനെല്ല് അളന്നു. എന്നിട്ടും തിരുമുൽപ്പാടിന്റെ മുഖത്ത് ഒരു തൃപ്തി കണ്ടില്ല. കേശവൻ നായർക്കും വള്ളക്കാർക്കും പതിവിൻ പടി ഊണു കൊടുത്തു. ഊണു കഴിഞ്ഞ് കേശവൻ നായർ യാത്ര പറയാൻ ചെന്നപ്പോൾ തിരുമുൽപ്പാട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. കേശവൻ നായർ ചോദിച്ചു, എന്താണോ അത്? തിരുമുൽപ്പാട് കേശവൻ നായരുടെ മുഖത്ത് നോക്കുന്നില്ല. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒട്ടുനേരം കഴിഞ്ഞു. വീണ്ടും കേശവൻ ചോദിച്ചു, എന്താണോ? പെട്ടെന്നായിരുന്നു മറുപടി. കൂടുതൽ പാട്ടത്തിന് നിലവേൽക്കാൻ ആള് വന്നിട്ടുണ്ട്. നല്ല പിടിപ്പുള്ളവൻ. നിലം വിടണം കേശവശാര്. കേശവൻ നായർ ഇടിവാളേറ്റതുപോലെ നിന്നുപോയി. അയാൾക്ക് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. സ്വല്പനേരം അങ്ങനെ കഴിഞ്ഞു. തിരുമുൽപ്പാട് തുടർന്നു. നല്ല ഒന്നാന്തരം നിലം. കുറഞ്ഞ പാട്ടത്തിന് നിങ്ങൾ അനുഭവിക്കുകയാണ്. അതിന് സാധ്യമല്ല. നിലം വിട്ടേക്കുക. കേശവൻ നായർ ആ നടുക്കത്തിൽ നിന്നും വിമുക്തനായി. നിലം അവിടുത്തേതാ. എന്നാലും ചിലതെല്ലാം ഓർക്കാനുണ്ട്. ഒന്നും ഓർക്കാനില്ല. കേശവൻ നായരുടെ ബുദ്ധിയിൽ ഒരു യുക്തി ഉദിച്ചു. എന്തു പാട്ടക്കൂടുതലാണോ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിരിക്കുന്നത്? 100 പറ അല്ല, നല്ല പിടിപ്പുള്ള പുള്ളി. നിങ്ങൾ കുടിശ്ശിക വരുത്തിയാൽ എങ്ങനെ ഈടാക്കും? കേശവൻ നായർ ചുട്ടു മറുപടി കൊടുത്തു. ഇതുവരെ കുടിശ്ശികയില്ലല്ലോ. സ്വല്പനേരം ആരും മിണ്ടിയില്ല. കേശവൻ നായർ തുടർന്നു, തിരുമേനി, ഞാൻ ആ കൂടുതൽ പാട്ടം തരാം. എന്നിട്ടും തിരുമുൽപ്പാടിന് തൃപ്തിയാകുന്നില്ല. കേശവൻ നായർ ചോദിച്ചു, അവിടുന്ന് എന്താ മിണ്ടാത്തത്? പിടിപ്പില്ലാത്തവരെ നിലമേൽപ്പിക്കുന്നത് ഇനിയത്തെ കാലത്ത് ശരിയല്ല. കേശവൻ നായർ ചോദിച്ചു, എനിക്ക് പിടിപ്പില്ലെന്ന് തിരുമേനി എങ്ങനെ അറിഞ്ഞു? ഞാൻ കുടിശ്ശിക വരുത്തിയോ? ഉത്തരമില്ല. കേശവൻ നായർ തുടർന്നു, ഞാനൊരു കാര്യം പറയാൻ തിരുമേനി. ഇപ്പം തിരുമേനിയുടെ അടുത്തു വന്നതാരാണെന്ന് എനിക്കറിയാം. ഔതക്കുട്ടിയാ. പക്ഷേ അവനൊന്നും കൃഷിക്കാരനല്ല തിരുമേനി. അവനൊന്നും മണ്ണിനെ സ്നേഹിക്കാനൊക്കെയില്ല. കുറെ വരവ് വളം വാരിയിട്ട് മണ്ണിന്റെ വീര്യം മുഴുവൻ വലിച്ചെടുത്ത് വിളവുണ്ടാക്കും. 4-5 കൊല്ലം കഴിയുമ്പം തിരുമേനിയുടെ ഭൂമി വകയ്ക്ക് കൊള്ളാത്ത തവിടുമണ്ണ്. പുല്ല് ഉരുക്കത്തില്ല. തിരുമുൽപ്പാട് അപ്പോഴും അങ്ങോട്ടിങ്ങോട്ടും നടക്കുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല. കേശവൻ നായർ തുടർന്നു. അയാളുടെ തൊണ്ട ഇടറി, കണ്ണുകൾ നിറഞ്ഞു. എന്നെ പെറ്റു വീണപ്പം ഞാൻ കണ്ടത് ഈ നിലമ. എൻ്റെ കാരണവന്മാരുടെയും വിയർപ്പ ആ കണ്ടത്തിന്റെ വീര്യം. ആ മണ്ണിനോട് മാത്രമാ എൻ്റെ ആയുസ്സിലെ സ്നേഹം. കേശവൻ നായർ പൊട്ടിപ്പോയി. എന്നെ അത് തിരുമേനി വിട്ടൊഴിപ്പിക്കല്ലേ. തിരുമുൽപ്പാടിന്റെ കരളും സ്വല്പം അലിഞ്ഞെന്ന് തോന്നുന്നു. തിരുമുൽപ്പാട് പറഞ്ഞു, എനിക്ക് പാട്ടം കിട്ടണം. കേശവൻ നായർ ഏങ്ങലടിച്ച് കരയുകയാണ്. അതിനിടയിൽ അയാൾ പറഞ്ഞു, ആ പാട്ടം ഞാൻ തരാം. വിളവ് തീരെ മോശമായിരുന്നു. പാട്ടത്തിന് വേണ്ടത് തികയുമോ എന്ന് സംശയമായിരുന്നു. കുട്ടിമാപ്പിളയും കുട്ടിച്ചോവനും KM കൂടി ആലോചിച്ചു. കുട്ടിമാപ്പിളയുടെ പക്ഷം പാട്ടം കുറച്ചു കൊടുത്താൽ മതിയെന്നാണ്. 1 കുരു നെല്ല് പാട്ട കുടിശ്ശികയില്ല. സോറി. അങ്ങനെ കൂടിയ പാട്ടത്തിന് നിലയേറ്റിട്ട് കേശവൻ നായർ മടങ്ങിപ്പോയി. മുമ്പെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ ഉടൻ പൊടിയിൽ നിലം 2-3 ചാൽ ഒഴിവിക്കുമായിരുന്നു.
അതിനുള്ള കൂലി കളത്തിൽ നിന്ന് തന്നെ നെല്ലായി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇക്കൊല്ലം കൊയ്ത് കഴിഞ്ഞ് 1 മണി നെല്ലില്ല. കഴിഞ്ഞ കൃഷിക്ക് വാങ്ങിയ കടവും കൊടുത്തു തീർത്തിട്ടില്ല. ഒരിടത്തു നിന്നും വാങ്ങാനും കഴിയില്ല. വന്ന പിറ്റേ ദിവസം തന്നെ കേശവൻ നായർ ഉഴവുകാരെ വിളിച്ച് ഒരു ചാൽ ഒഴിവിച്ചു. എങ്ങനെ കൂലി കൊടുക്കുമെന്ന് ചിന്തിച്ചില്ല. അന്ന് മുതൽ കൂലിക്ക് വേണ്ടി ഒഴിവുകാർ നടക്കുകയാണ്. ആ കൂലി കൊടുക്കാതെ പിന്നെ ഒഴിവിക്കാനൊക്കുമോ? എങ്ങനെ പാടം മുറിഞ്ഞു കയറി. അങ്ങനെ പാടം മുറിഞ്ഞു കയറി അയൽ നിലങ്ങളിൽ മാസം തോറും ഒഴിവ് നടക്കുന്നുണ്ട്. 50 കതിര കയറി കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോഴും അവതക്കുട്ടി വന്നു. വൈക്കത്തുകാർക്ക് കൊടുക്കാമെന്നേറ്റ കൂടുതൽ പാട്ടവും 50 പറ നെല്ലും കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു. കേശവൻ നായർക്ക് ദേഷ്യമാണ് വന്നത്. ഇല്ലടാ, നീ അത് ആലോചിക്കണ്ട. ഞാൻ നിനക്ക് ഈ നിലം കൈവശം വിട്ടുതരില്ല. കൃഷി ഇറക്കാൻ കാലമായി, വരമ്പ് കുത്തു തീർന്നു, വെള്ളവും വറ്റിക്കുന്നു. വിടവില്ലാതെ കള എടുക്കാതെ നിലം ഒരുങ്ങാതെ 50 കിടക്കുകയാണ്. പാവം കേശവൻ നായരുടെ കയ്യിൽ വിത്തുമില്ല. അയാളുടെ സമരം ഭാര്യയോടായി. ഒരു പശുവിനെ വിൽക്കണം. അവർക്ക് അതിന് ഇഷ്ടമില്ല. അവർ പറഞ്ഞു, വെള്ളം കുടിച്ച് കിടക്കുന്നത് ആ പശു മൂലമാണ്. ഞാനിപ്പോൾ സമ്മതിക്കുന്നില്ല. കേശവൻ നായർക്ക് ദേഷ്യം വന്നു. പിന്നെ എങ്ങനെ വിതയ്ക്കുമടി? വിതയ്ക്കണ്ട, ഞാൻ കൃഷിക്കാരനാ, ഞാൻ വിതയ്ക്കും. ഓ, കൃഷിക്കാരൻ. ഭാര്യയുടെ സമ്മതം കൂടാതെ തന്നെ കേശവൻ നായർ ആ പശുവിനെ വിറ്റു. വിലയ്ക്ക് വാങ്ങിയ ആള് പശുവിനെയും കൊണ്ടുപോയപ്പോൾ ആ സ്ത്രീ തലയിൽ കൈവച്ച് കണ്ണീരോടെ പിരാകി. ഈ കൃഷി ഗുണം പിടിക്കത്തില്ല. 50 പറ വിത്തിനും 10 രൂപ കൂലി ചെലവിനും പശുവിന്റെ വില തികഞ്ഞു. അങ്ങനെ കേശവൻ നായർ വിത്ത് കെട്ടി വെള്ളത്തിലിട്ടു. പിറ്റേന്ന് വിത്തെടുത്തു. 3-ാം ദിവസം വിത്ത് അഴിച്ചു നോക്കി. പകുതി വിത്ത് കിളിർത്തിട്ടില്ല. അന്ന് വിതയ്ക്കേണ്ടതുമാണ്. കുട്ടിമാപ്പിള ഉപദേശിച്ചു, അത് വാരി വിതയ്ക്കാൻ. മണ്ണിൽ കിടന്ന് കിളിർത്തേർക്കുമത്രേ അതല്ലേ ഗതിയുള്ളൂ. അങ്ങനെ ചെയ്തു. അയൽ നിലങ്ങളിൽ നെല്ല് തഴച്ചു വളരുന്നു. ആ 50-ൽ കളയും കതിരയും തഴച്ചു പിടിച്ചിട്ടുണ്ട്. ഒറ്റ നെൽക്കാലില്ല. നിലം പിഴച്ചു എന്ന പേര് കേശവൻ നായർക്ക് മിച്ചം. അക്കൊല്ലം വിളവെടുപ്പ് കഴിഞ്ഞു. 50 കൊയ്യേണ്ട കാര്യമേ ഇല്ല. പാട്ടം കൊണ്ട് ചെല്ലേണ്ട തീയതി കഴിഞ്ഞു. തിരുമുൽപ്പാട് സ്ഥലത്തെത്തി. കേശവൻ നായർ ഒളിവിലാണ്. 3 ദിവസം തിരുമുൽപ്പാട് അയാളെ അന്വേഷിച്ച് നടന്നു. കണ്ടുകിട്ടിയില്ല. അടുത്ത നാളിൽ 50-ൽ ഔതക്കുട്ടിയുടെ ഉഴവുകാർ ഇറങ്ങി നിലമൊഴുതു. തിരുമുൽപ്പാട് വരമ്പിൽ നിൽപ്പുണ്ട്. പിന്നത്തെ വിളവിറക്ക് കഴിഞ്ഞു. എന്നും രാവിലെ കൃഷിയുള്ള കൃഷിക്കാരനെ പോലെ കേശവൻ നായരും ഇറങ്ങിപ്പോകും. പോക്ക് കണ്ടാൽ എവിടെയോ കൃഷിയുണ്ടെന്ന് തോന്നും. ഒട്ടു പുലർന്നേ വരികയുള്ളൂ. അത് 10-40 കൊല്ലത്തെ ശീലമാണ്. അടുത്ത 50 പറത്തിലെ നെല്ല് കേശവൻ നായരെ വെല്ലുവിളിച്ചെന്ന പോലെ കുതിച്ചു കയറുകയാണ്. എന്നും അവിടെ അയാൾ പോകും. ഒരു ചെറിയ പഴുപ്പ് ചായ ഒരിക്കൽ നെൽക്കാലിന് കണ്ടപ്പോൾ കേശവൻ നായരുടെ നെഞ്ച് നീറി. അയാൾ ഔതക്കുട്ടിയെ തേടി പിടിച്ച് വിവരം പറഞ്ഞു. അതുമാത്രമല്ല, നിന്ന് വേണ്ടത് ചെയ്യിച്ചു. ഇതാണ് കൃഷിക്കാരൻ എന്ന കഥ. ഇതിനൊപ്പം തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന ചെറു നോവലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു രചിതപാഠം, നാടക രചിതപാഠം തയ്യാറാക്കുന്നത്. അത് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ നാടക രൂപത്തിലേക്ക് ഇതിനെ ചെയ്യുന്നത്. അപ്പോൾ കുറേ കഥാപാത്രങ്ങൾ കൂടി ഇതിനൊപ്പം വരും. ഒരേ ഭൂമികയിൽ തന്നെ നടക്കുന്ന കഥാപാത്രങ്ങളായതുകൊണ്ട് നമുക്കതിനെ കൂട്ടിച്ചേർക്കാനും കഴിയും. വളരെ നന്നായിട്ട് എല്ലാവരും വായിച്ചു. ഇതൊരു വലിയ അനുഭവമാണ്. ഇങ്ങനെ ഇത്രയും ചുറ്റിയിരുന്ന് നമ്മൾ ഈ തണലിരുന്ന് ഇങ്ങനെ വായിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു